ആലപ്പുഴയിലെ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ പുറത്തിറക്കിയ രാജ്യവിരുദ്ധ നോട്ടീസിനെതിരെ പരാതി നൽകി അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷൻ. ജനം TV വാർത്തയെ തുടർന്നാണ് അനന്തപുരി സോൾജിയേഴ്സ് അസോസിയേഷൻ പോലീസിൽ പരാതി നൽകിയത്. 23ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പാക് ഭരണാധികാരിയായിരുന്ന പർവേഷ് മുഷറഫിന് അനുമോദനം സംഘടിപ്പിച്ചുകൊണ്ട് യൂണിയൻ നോട്ടീസ് അടിച്ചിറക്കിയതിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ബാങ്ക് ഓഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ദേശവിരുദ്ധ നിലപാടിനെതിരെയാണ് അനന്തപുരി സോൾജിയേഴ്സ് പ്രധാനമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയത്. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പ്രവർത്തന റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ മുൻ കരസേനാ മേധാവിയും കാർഗിൽ യുദ്ധത്തിന്റെ പ്രധാന കാരണക്കാരനുമായ പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമാണ്. ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുടൻ തന്നെ ഞങ്ങൾ പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും DGPക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇതെന്ന് ഞങ്ങൾ അനന്തപുരി സോൾജിയേഴ്സ് കരുതുന്നു. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണ്. ഈ സ്റ്റാഫ് അസോസിയേഷന്റെ തന്നെ അംഗീകാരം റദ്ദാക്കണമെന്നും അതുപോലെ തന്നെ ഇതിന് കാരണക്കാരായ ജീവനക്കാർക്കെതിരെ ശക്തമായ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അനന്തപുരി സോൾജിയേഴ്സിന് ആവശ്യപ്പെടാനുള്ളത്. ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന 23ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് പ്രമുഖ വ്യക്തികളെ അനുസ്മരിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേഷ് മുഷറഫിന് അനുസ്മരണം നൽകുന്നത്. ഇത് ജനം TV വാർത്ത നൽകിയിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിനെതിരെ പിന്നിൽ പ്രവർത്തിച്ച സൈനിക തലവനും പിന്നീട് പാകിസ്ഥാൻ പ്രസിഡന്റുമായ വ്യക്തിയാണ് പർവേഷ് മുഷറഫ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് അനുമോദനം നൽകുന്നതിലൂടെ രാജ്യവിരുദ്ധ നിലപാടാണ് ബാങ്കിലെ രാജ്യദ്രോഹികളായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും നോട്ടീസിൽ പരാമർശമുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ദേശവിരുദ്ധ നിലപാടിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് വിവിധ സംഘടനകളുടെയും തീരുമാനം. ജനം, തിരുവനന്തപുരം.